പ്രൈവറ്റ് വെറ്ററിനറി പോകാൻ ഉദ്ദേശിക്കുന്ന മിക്കവരുടെയും ഡൗട്ടാണ് എത്ര മാർക്ക് വരെ നീറ്റ് സ്കോർ ഉള്ളവർക്ക് ഇത് കിട്ടും, അത് ജസ്റ്റ് ക്വാളിഫൈ ആയി കിട്ടുമോ അല്ലെങ്കിൽ 300 റേഞ്ച് കിട്ടുമോ എന്നുള്ളത്. അതേപറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അതെ, പ്രൈവറ്റ് വെറ്റിനറി ബാക്കി എല്ലാ കോഴ്സിനും ഇപ്പോൾ കേരളത്തിലൊക്കെ ഈ പ്രാവശ്യം ഒത്തിരി കട്ട് ഓഫ് കൂടുതലാണ്. BDS കിട്ടണമെങ്കിൽ പോലും 350 മാർക്കും, ഈ പ്രാവശ്യം BAMSൻ്റെ അലോട്ട്മെൻറ്റിൽ പോലും ഒരു 250 മാർക്കിൽ താഴെ ആർക്കും നല്ല കോളേജിലൊന്നും BAMSന് അഡ്മിഷൻ കിട്ടിയിട്ടില്ല. നീറ്റ് ത്രൂ ഉള്ളതിൽ ഏറ്റവും കുറഞ്ഞ മാർക്കിന് അഡ്മിഷൻ എടുക്കാൻ പറ്റിയൊരു കോഴ്സ് പ്രൈവറ്റ് വെറ്റിനറി ആണെന്ന് തോന്നുന്നത് അല്ലേ? അതെ, രാജസ്ഥാനിലുള്ള കോളേജുകളിൽ ഇപ്പോൾ നിലവിൽ ജസ്റ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞാൽ 144 ജനറലിനും OBCക്ക് 113 മാർക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് ഈ വർഷത്തെ ഒരു പ്രത്യേക സിറ്റുവേഷനാണ്, നമുക്കറിയാമല്ലോ. അപ്പം ഈവൻ ഇപ്പോൾ പറഞ്ഞു BMS പോലും നമുക്ക് 250 താഴെ നല്ല കോളേജ് കിട്ടത്തില്ല. സമയം ഒരു എക്സെപ്ഷൻ എന്ന് പറയാവുന്ന വെറ്റനറിയാണ് ഈ നീറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഡോക്ടറേറ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സിൽ. അതെ, അത് ഏറ്റവും ഇതിനകത്ത് ഈ എൻ്റയർ കോഴ്സിൽ ഏറ്റവും സ്കോപ്പ് ഉള്ളതെന്ന് അവകാശപ്പെടുന്ന കോഴ്സാണ് ആക്ച്വലി വെറ്റിനറി. ഈ പറഞ്ഞ പോലെ ഒരു ഫീസ് പാക്കേജ് ഒരു 30 lakhs ഇൻക്ലൂഡിങ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, ഈ പറഞ്ഞ 144 സ്കോർ ഉണ്ടെങ്കിൽ ആക്ച്വലി നമുക്ക് സീറ്റ് സെക്യൂർ ചെയ്യാനുള്ള ഓപ്ഷൻ. ചിലപ്പോൾ BDS BMS കിട്ടിയെന്ന് വരത്തില്ല, ഏകദേശം അതേ ഫീസിൽ നമുക്ക് വെറ്റനറി പഠിക്കാം. അതെ, ഇപ്പോൾ 347 ആക്കി BDSൻ്റെ ഫീസ്. ആ ഒരു ഫീസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പം BDSനേക്കാളും ഫീസ് കുറവാണ് ഈ പറഞ്ഞ വെറ്റിനറി ഇൻക്ലൂഡിങ് AC ഹോസ്റ്റൽ. നമുക്കൊരു അത് സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് സ്കോളർഷിപ്സിനുള്ള ഓപ്ഷനുണ്ട്. അത് ത്രൂ പ്യുവർ ഗവൺമെൻറ് കൗൺസിലിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്. അവിടെ പോയി നമ്മൾ ആക്ച്വലി ഗവൺമെൻറ്റിൻ്റെ പേരിൽ DD അടച്ച്, സോ അഫിലിയേഷൻസിൻ്റെ കാര്യം എല്ലാം ഉണ്ട്. അഫിലിയേഷൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. VC ആണ് ഡയറക്റ്റ് കൗൺസിലിംഗ് നടത്തുന്നത്. അതിൻ്റെ രജിസ്ട്രേഷൻസ് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. അതായത് നിങ്ങൾ വെറ്റനറി താല്പര്യമുള്ള ഒരാളാണ്, ജസ്റ്റ് നീറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് BDS BMS ബഡ്ജറ്റിൽ വെറ്റനറി പഠിക്കാം ഇന്ത്യയിൽ തന്നെ. അതെ, അതുപോലെ തന്നെ സ്വയ വേക്കൻസിയിൽ ഇതിന് 50 മാർക്കിലേക്ക് റിവൈസ് ചെയ്യുന്ന കാര്യം പ്രപ്പോസലിലുണ്ട്. നീറ്റ് സ്കോർ 50 അല്ലെങ്കിൽ അതിന് മേളിലോട്ടുള്ളവർക്കും അതെ ഗവൺമെൻറ് വെറ്റനറി യൂണിവേഴ്സിറ്റി പഠിക്കാം. അതെ, ത്രൂ അലോട്ട്മെൻറ്റ് തന്നെ പഠിക്കാം. അതിനുള്ളൊരു പ്രപ്പോസലും ഉണ്ട്. സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. സോ എന്തെങ്കിലും ഇതായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ജസ്റ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ പോലും നമുക്ക് 100% അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അതും ഈ പറഞ്ഞൊരു 30 lakhs താഴെ മലയാളി മാനേജ്മെൻറ്റുകളുടെ കോളേജുകളിൽ ഈ പറഞ്ഞൊരു 40 സ്റ്റുഡൻസിനകത്ത് ഒരു 30 സ്റ്റുഡൻസും മലയാളികളായിരിക്കും. 100% ഗേൾസിന് 100% സേഫ് ആയിട്ടുള്ള കോളേജിൽ അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇതായിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കാം. നമുക്ക് ഈ പറഞ്ഞ റെഫറൻസോ കാര്യങ്ങളോ എല്ലാ ഡിസ്ട്രിക്റ്റിനുള്ള റെഫറൻസ് ആക്ച്വലി നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. എന്തെങ്കിലും വിളിക്കുക. താങ്ക് യു.